നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോളെ നിർദ്ദേശിച്ചിരുന്ന CPMന്റെ ജില്ലാ കമ്മിറ്റിയെ മറികടന്നുകൊണ്ട് പൊടുന്നനെ കോൺഗ്രസിൽ നിന്നും ചാടി വന്ന ഡോക്ടർ പി സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ കൃഷ്ണദാസ് പക്ഷത്തെ മറികടന്നായിരുന്നു. മന്ത്രി MP രാജേഷും ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു ഇതിനായിട്ടുള്ള ചരടുവലികളെല്ലാം തന്നെ നടത്തിയത്. ഇത് അന്ന് തന്നെ പാർട്ടിയിൽ വലിയ അതൃപ്തി ഉയർത്തിയിരുന്നു. എന്നാൽ ചിറ്റൂരിൽ കോൺഗ്രസ് വിമതരെ CPMലേക്ക് കൊണ്ടുവന്ന അതേ മാതൃകയിൽ സരിനെ നിർത്തി പാലക്കാട് വലിയ രീതിയിലുള്ള നേട്ടം കൊയ്യാമെന്നാണ് ജില്ലാ കമ്മിറ്റിയെ നേതാക്കൾ ധരിപ്പിച്ചത്. അന്ന് തന്നെ സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ് ഇതിനെ ശക്തമായ രീതിയിൽ തന്നെ എതിർത്തിരുന്നു. മറ്റു ചിലർ മിണ്ടാതെയും ഇരുന്നു. പ്രചരണം മുറുകി വിജയത്തിലെത്തിയില്ലെങ്കിലും കൂടുതൽ വോട്ടുകൾ നേടാമെന്നാണ് MP രാജേഷ് വാദിച്ചത്. അത് പക്ഷേ അണികൾക്ക് വലിയ രീതിയിൽ അങ്ങ് ദഹിച്ചില്ല. അവർ പതിയെ ഈ പ്രചരണത്തിൽ നിന്നും വിട്ടുനിന്നു. താൻ ജയിക്കാത്തടത്ത് അവിടെ സരിൻ ജയിക്കുന്നത് എങ്ങനെയെന്നാണ് കൃഷ്ണദാസും കൂട്ടരും ചോദിക്കുന്നത്. എന്നാൽ കോൺഗ്രസിൽ നിന്നും 5000-ഓളം വോട്ടുകൾ അതിനു മുകളിൽ കിട്ടുമെന്നാണ് സരിൻ്റെ വാദം. ഇത് പക്ഷേ നീല ട്രോളി ബാഗ് വിവാദത്തോടു കൂടി ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുകയാണ്. കോൺഗ്രസിനെ വെറുതെ ഒന്ന് ചൊറിഞ്ഞതാണ് ഫലത്തിൽ ഇതിലൂടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. BJP നേതാക്കൾ കൂടി ഈ വിഷയം ഏറ്റുപിടിച്ചതോടെ CPM BJP ഡീൽ എന്ന ആരോപണത്തിനും ഇത് വഴിവെച്ചു. അതാണിപ്പോൾ കൃഷ്ണദാസ് പൊട്ടിത്തെറിക്കാനുള്ള കാരണമായത്. കാരണം അയാളെന്ന് കൃഷ്ണദാസിനെ പരസ്യമായി വിളിക്കാൻ വരെ സുരേഷ് ബാബു തയ്യാറായി. സഖാവെന്നേ പാർട്ടിക്കാർ പരസ്പരം വിളിക്കാറുള്ളൂ. അതൊരു പതിവ് ചട്ടമാണ്. ആ ചട്ടം മറികടന്നാണ് അയാളെന്ന് വിളിച്ചിരിക്കുന്നത്. ഏതായാലും ഈ നീലപ്പെട്ടി വിവാദം, ആ വിവാദം വന്നതോടുകൂടി സരിൻ കൃഷ്ണദാസ് പക്ഷത്ത് നിലയുറപ്പിച്ചതും സരിനെ ജില്ലാ സെക്രട്ടറി തള്ളിപ്പറഞ്ഞതും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ സരിൻ വിഷയത്തിൽ CPM അന്തർസംഘർഷം ഇപ്പോൾ വെളിച്ചത്തായിരിക്കുകയാണ്. നവംബർ 23-ാം തീയതി ഫലം പുറത്തു വരുന്നതോടെ ഇത് പാർട്ടിയിൽ ചിലർക്കെതിരെയുള്ള അച്ചടക്ക നടപടികളിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമെന്നിപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. അതേസമയം 2ാം സ്ഥാനത്തായാൽ അത് പറഞ്ഞ് പിടിച്ചു നിൽക്കാനാണ് മറ്റൊരു നീക്കം. MP രാജേഷിന്റെ പക്ഷമുള്ളവർ എന്തായാലും സരിൻ പാലക്കാട്ടെ CPMനെ പ്രതിസന്ധിയിലാക്കിയെന്ന് തന്നെയാണ് ഇപ്പോൾ ഇരുപക്ഷത്തിൻ്റെയും വിലയിരുത്തൽ എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന വിഷയത്തിൽ തന്നെ സരിനെ പാർട്ടി അപ്പാടെ തള്ളിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ നാടകമാണ് ഈ പാതിരാ റെയ്ഡെന്ന നിലപാട് മാറ്റി ജില്ലാ സെക്രട്ടറി പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്ന് പറഞ്ഞുകൊണ്ട് ആ ചമ്മലങ്ങ് അവർ ഇല്ലാതാക്കി. ഷാഫി കലക്കിയ നാടകമാണെന്ന സാധ്യതയാണ് താൻ പറഞ്ഞതെന്നും പാതിരാ പരിശോധന സംബന്ധിച്ച് താൻ കൂടുതൽ ഇടപെട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് തടി തപ്പുകയായിരുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ കാര്യം എത്രയൊക്കെ ആയാലും സരിനൊരു അധികപ്പറ്റാണെന്ന് ഇപ്പോൾ CPM സമ്മതിച്ചു കഴിഞ്ഞു. കാരണം കോൺഗ്രസ് വിട്ടുവന്ന പി സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെക്കുറിച്ച് CPIM വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിൽ പറഞ്ഞത് PV അൻവറിൻ്റെ അനുഭവം മറക്കരുതെന്നാണ്. ഇതിനിടയിൽ നീല ട്രോളി ബാഗ് വിവാദം കൂടി സജീവമായി നിലനിർത്തുവാൻ CPMൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങൾ പോലും നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പാലക്കാട് തന്നെ പണം എത്തിയിട്ടുണ്ടെന്ന് സരിൻ ഉറച്ചു പറയുന്നത്. പണം ഇന്നോവ കാറിലാണോ അതോ പെട്ടിയിലാണോ വന്നത് എന്ന കാര്യം പ്രശ്നമല്ല എന്നും എത്തിയത് പണമാണെന്ന് കണ്ടെത്തണമെന്നും സരിൻ പറയുന്നു. ബൂത്തിന് 30,000 എന്ന നിലയിൽ പണം എത്തിച്ചത് പ്രവർത്തകരെ സജീവമാക്കാനാണെന്നും സരിൻ ആരോപിക്കുന്നു. ഏതായാലും സരിൻ്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി സ്വീകരിച്ച അടവ് നയത്തിൻ്റെ ഭാഗമാണെന്ന് പലപ്പോഴും മുതിർന്ന നേതാക്കൾ തുറന്നു പറയുകയും അതോടൊപ്പം തന്നെ പരസ്യമായി തന്നെ അവഗണിക്കുകയും ചെയ്തിട്ടും സരിൻ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് മറ്റൊരു മാർഗവും സരിന് മുന്നിൽ ഇല്ലാത്തത് കൊണ്ടാണെന്നും ഇതിലൂടെ തന്നെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.